ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി കുക്കറിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയും 1 മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത്. ഒരുപാട് തിക്കാവണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോവും വേണ്ട. നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിന് ആവണം. കട്ടി കുറഞ്ഞ ദോശയായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പത്തിരി സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ദോശ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ എത്ര വലിപ്പമുള്ള പാത്രമാണോ അതിനനുസരിച്ചിട്ട് വലിപ്പത്തിലുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. ഇതുപോലെ കനം കുറച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഓരോ ദോശയും ഈ ഒരു മുട്ട ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ അടുത്ത ദോശ അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണോ അത്രത്തോളം ലെയർ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഓരോ ലെയറും ഇതേപോലെ മുട്ട ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ ലെയറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂടി കൊടുക്കുക ഒരു പേപ്പർ വെച്ചിട്ട്. അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഒരു ചൂടായ പാന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മുടെ ഈ ചട്ടിപ്പത്തിരിയുടെ പാൻ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അതിനുശേഷം മറ്റേ വശം കൂടി മറ്റൊരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ.